കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലാണ്. ഇവിടെ 3 പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ഒന്ന് ലക്ഷ്യ ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്ക്, സ്ട്രോക്ക് IC യൂണിറ്റ്, ഇങ്ങനെ 3 പദ്ധതിയുടെ ഉദ്ഘാടനം KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഗൈനക്കോളജി ലേബർ റൂം അടക്കമുള്ള ഇതിൻ്റെ ഉദ്ഘാടനം പ്രിയങ്കരനായ മന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പബ്ലിക് മീറ്റിംഗ് പ്രതികൂല കാലാവസ്ഥ കാരണമാണ് ഈ ഹാളിലേക്ക് മാറ്റിയിരിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കൂടുതലൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. എങ്കിലും നമ്മുടെ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നതായ കൊട്ടാരക്കര എന്ന നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് K ഉണ്ണികൃഷ്ണൻ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഈ ആശുപത്രിയിൽ പുതിയൊരു സംവിധാനം, പുതിയ 2-3 സംവിധാനങ്ങൾ ഒരുമിച്ച് വന്ന ഒരു ദിവസമാണ്. ആ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് വളരെ സൗകര്യമുള്ള ഗൈനക്കോളജിയുടെ വിങ്ങാണ്. അവിടെ ആധുനിക സൗകര്യമുള്ള, ഏതൊരു നല്ല വലിയ നഗരത്തിലെ ഏറ്റവും വലിയ ആശുപത്രി പോകുന്ന പോലെ ഗൈനക്കോളജി, അവിടെ അതിൻ്റെ പ്രസവ വാർഡ്, അതിന് ഓപ്പറേഷൻ തിയേറ്റർ, പ്രീ ഓപ്പറേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേഷൻ, അതിനൊക്കെ പ്രത്യേക വാർഡുകൾ, എല്ലാ സംവിധാനത്തോടു കൂടി പുതിയൊരു ബ്ലോക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സൗകര്യങ്ങളുടെ പരിമിതിക്കപ്പുറം വലിയൊരു സൗകര്യം വന്നിരിക്കുന്നു. അവിടെ രോഗികൾ ധാരാളം വരുന്നൊരു ആശുപത്രി എന്ന നിലയിൽ, സ്ത്രീകൾ ധാരാളം വരുന്നൊരു ആശുപത്രി എന്ന നിലയിൽ അതിൻ്റെ സൗകര്യം കൂടുതൽ നിരന്തരമായി കൊടുക്കുക. ഞാൻ ഡോക്ടർമാരോട് ഇപ്പോൾ ചോദിക്കുകയായിരുന്നു, ഇതിൻ്റെ വർക്ക് ലോഡ് വരുമ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വരുമ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ കൂടുതൽ നന്നായി മുന്നോട്ട് വരും. അതിനൊപ്പം വന്ന മറ്റൊരു കാര്യം, നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്ന ഡയബറ്റീസ് മുതൽ മറ്റു പല രോഗങ്ങൾക്കും അതിനുള്ള ഒരു പുതിയ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതലും റെഗുലറായിട്ട് ഈ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള അവർക്ക് ആവശ്യമായ ഉപദേശം, പരിശോധന, കാലോചിതമായ എന്ന് പറയാവുന്ന ഇടയ്ക്കിടയ്ക്ക് പരിശോധനയും ഉപദേശം എല്ലാം കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനകത്ത് ചിലതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ പലതും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡയബറ്റീസ് പോലെ അതിൻ്റെ അക്യൂട്ട് ആവുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി നോക്കിയാൽ പറ്റും. വിവിധ മേഖലകളിൽ അത്തരം ഒരു ക്ലിനിക്ക് അവിടെ വന്നിട്ടുണ്ട്. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സ്ട്രോക്ക് യൂണിറ്റാണ്. സ്ട്രോക്ക് പലപ്പോഴും ആൾക്ക് അറിയില്ല, എന്നിപ്പം ആൾക്ക് വേണ്ടത്ര ഇപ്പോഴും അറിയില്ല. ഒരു എന്താണെന്ന് പോയി നോക്കുമ്പോൾ, സമയത്ത് പോയി നോക്കിയാൽ വലിയ, പണ്ടൊക്കെ ജീവിതകാലം മുഴുവൻ തളർന്നു കിടക്കുന്ന ഗുരുതരമായ സ്ട്രോക്കും മരണത്തിലേക്ക് എത്തിക്കുന്ന സ്ട്രോക്കും വരെ നമ്മൾ അറിയാറില്ലായിരുന്നു. പണ്ടത്തെ കാലം എന്ന് പറയുന്നത് മാടനടിക്കുന്നു നമ്മളെപ്പോഴും പറയുന്നതാണ്. ഇപ്പോൾ അത്രയില്ല. നിന്ന നെപ്പിൽ ആള് വീണ് അപകടത്തിൽ പെടുന്ന കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പം ആ സ്ട്രോക്ക് പലപ്പോഴും വലിയ ഒരു സ്ട്രോക്കാണെന്ന് തോന്നുന്നില്ല, ഭാഗികമായൊരു തളർച്ചയോ ക്ഷീണമോ ഒക്കെയാണ്. അതിന് ഇപ്പോൾ ഇവിടെ ഡോക്ടറുണ്ട്, കൊട്ടാരക്കരക്കാരൻ തന്നെ, തൊട്ടയലത്തുകാരൻ തന്നെയാണ് അതിൻ്റെ ചുമതലക്കാരനായ ഡോക്ടർ. 2 ആശുപത്രി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ സ്ട്രോക്ക് യൂണിറ്റ് വന്നിരിക്കുന്നു, 4 ബെഡുള്ള സ്ട്രോക്ക് യൂണിറ്റ്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതിന് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇവിടെ തന്നെയുള്ള ആളുകളാകുമ്പോൾ ഉത്തരവാദിത്വം കൂടും. ഡോക്ടർമാർക്ക് പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ കാര്യം പറഞ്ഞ പോലെ ഒരു സമയത്തും അവർക്ക് വർക്കിംഗ് അവേഴ്സ് അല്ല സമയവും. ഏത് കാര്യവും എപ്പോഴും വിളിക്കും. ഡോക്ടർമാർ, ചുറ്റുപാടുള്ള ഡോക്ടർമാർക്ക് കൂടുതൽ ഉത്തരവാദിത്വം വരും. ഇവിടെ ഉള്ളവർ പലരും ഇവിടെ തന്നെ താമസിക്കുന്നവരാണ്. ആ ഉത്തരവാദിത്വം ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. ഈ ആശുപത്രിയിലെ ജോലി, ഡോക്ടറും നഴ്സും മറ്റ് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ
അതൊരു ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിലും ഡ്യൂട്ടി അവറിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ജോലിയാണ് എന്ന് കരുതുന്നവരല്ല. കാരണം എപ്പോഴും ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. ഏറ്റവും നല്ല ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹമുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ കൊട്ടാരക്കരയിൽ പല തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു വരുന്നൊരു ആശുപത്രിയാണ്. നേരത്തെ തന്നെ കുപ്രസിദ്ധമായ ചില സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു വിഷമം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നതാണ്. അപ്പോൾ ഈ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ 3 സംവിധാനങ്ങൾ വന്നു, അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്ത ദിവസം തൊട്ട് ഈ ഗൈനക് വാർഡ് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇനി അതിൻ്റെ വേറെ സാങ്കേതികത്വമൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഈ അവിടെ ഞങ്ങളെല്ലാവരും ഇന്ന് കയറി പ്രസവവാടി കയറി. കാരണം പലരും പറഞ്ഞത് ഈ പ്രസവവാടിൽ ഇന്നല്ലാതെ കയറാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾക്കൊക്കെ ഡോക്ടർമാർക്ക് കയറാം. കാരണം അവിടെ അടുത്ത ദിവസം തൊട്ട് അവിടെ പേഷ്യൻസ് വരികയും അവിടെ മുഴുവൻ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമായ സംവിധാനങ്ങൾ എന്ത് വേണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് DPM-നോട് ഞാൻ സംസാരിച്ചു. അതിന് ഇപ്പം അനസ്തേഷ്യ ഉപകരണത്തിൻ്റെ ഒക്കെ പ്രശ്നം വരും. ഏത് ഉപകരണത്തിൻ്റെ പ്രശ്നം വന്നാലും അത് എത്രയും പെട്ടെന്ന് അത് കാര്യമായി തുടങ്ങണം. അത് ഇപ്പം പിന്നെ നിങ്ങൾ എക്യുപ്മെൻറ്റ്സ് മേടിക്കാനുള്ള സംവിധാനങ്ങളാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 400 കോടി രൂപ ഇന്നലെ മിനിഞ്ഞാൽ 4-ാം നാളുമായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ ഈ ഏജൻസികൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരുണ്യ, അതുപോലെ നമ്മുടെ ധാരാളം പണം കൊടുക്കുന്ന ചിലവാക്കുന്നൊരു മേഖലയാണ് എക്യുപ്മെൻറ്റ്സ് മേടിക്കുന്ന മേഖലയിലൊക്കെ. എന്തായാലും അതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കണം. അത് ഡോക്ടർമാരും സൂപ്രണ്ടും ബാക്കിയുള്ളവരും ഉത്തരവാദിത്വം എടുക്കേണ്ട കാര്യമാണ്.